എടാ ഈ ആലും മന്ത്രവാദവും വെള്ളസാരിയും ഒന്നും ഇല്ലാത്ത ഒരു ഫ്രഷ് യക്ഷികഥ, പ്രേക്ഷകർ ഇന്നോളം അറിയാത്ത ഒരു ഹൊറർ മൂഡ്, അതാണ് എനിക്ക് ആവശ്യം. ഇത് തുടങ്ങിയാ പിന്നെ ആ നേരം മറ്റു ചാനൽസ് ആരും വെക്കരുത്. അത് അച്ചായ നമ്മളിട്ട് പോവില്ലേ? നീ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണ കയ്യിൽ പൈസ വേണം. അപ്പൊ ഇവന്മാരെ പറഞ്ഞൊക്കെ കേൾക്കേണ്ടി വരും മോനെ. നമുക്ക് ഈ ടോട്ടൽ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റാം. പേടിപ്പിക്കുന്ന ചുറ്റുപാടിലിരുന്നാലേ പേടിപ്പിക്കുന്ന കഥകൾ എഴുതാൻ പറ്റും. അവസാനം പ്രൊഡ്യൂസർ പേടിക്കാതിരുന്നാ മതി. പോടാ പോടാ. കർത്താവേ, പറക്കണ പറയാതെ കഥ കേട്ടണേ. പ്രേതബാധിതമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന വീട്ടിൽ കഥ എഴുതാൻ വരുന്ന നോവലിസ്റ്റ്. ബെസ്റ്റ്. 10-60 വർഷം കഴിഞ്ഞു ധരിച്ച് പാർക്കുന്നില്ല, ആരും മറക്കില്ല മോനെ. ഒരു മലമുകളിലെ വീട്, ഒറ്റപ്പെട്ട വീട്, വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്ന ഒരു കുടുംബം. കൊള്ളാം. സ്റ്റാൻലി ക്യൂബ്രിക്കിന്റെ ഷൈനിങ് ആരും കണ്ടില്ലെന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ട് നമ്മുടെ ഇതേ അവസ്ഥ നമുക്കൊരു കഥയാക്കി കൂടാ? പ്രേതകഥ എഴുതാനിക്കുന്ന 2 പേർ വ്യത്യസ്തമായ ആശയം കിട്ടാതെ വരുമ്പോൾ അവരുടെ സ്വന്തം അവസ്ഥ അവർ കഥയാക്കി മാറ്റുകയാണ്. വാ, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. 1 അല്ല 2. ശരി. അയ്യോ, ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലോ. ആ പറയടാ. നമ്മുടെ ടോണിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. What? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി നമുക്ക് ചായ കുടിക്കാം. 1 അല്ല 2. പോവാം. നീ തിരിഞ്ഞല്ലേ? ഈ പേപ്പറിലെന്താ? ഇതോ? ഇനി നമുക്ക് ശരിക്കും 2 ചായ കുടിക്കാം. വാ. ഓക്കേ. ചാനൽ എന്താ നിന്റെ അമ്മായപ്പൻ്റെ? ഒത്തിരി ആത്മഹത്യൊന്നും കാണിക്കല്ലേ. ത്രെഡ് കേട്ടിട്ട് ആ പുല്ലൻ അഡ്വാൻസ് തരികയാണെങ്കിൽ മാത്രം ബാക്കി വന്ന് എഴുതാം. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ കൂർക്കം വലിയ കേൾക്കണേക്കാളും പ്രേതൊക്കെ തന്നെ. വരുന്നുണ്ട്. അച്ഛന് തീരെ സുഖല്ലേ? ഓ ശരി ശരി. യോ എന്താടാ? ഞാൻ എൻ്റെ പേഴ്സ് ഹോട്ടലിൽ വെച്ച് മറന്നു. ബെസ്റ്റ്. യോ പിടിച്ച് തരൂ, ഞാൻ തുറക്കാം. ഹലോ. കിട്ടി. നമ്മൾ പോയ വെറും കൈയോടെ വരൂ. അവർ1.5 പറഞ്ഞു, നമ്മൾ 2 മുട്ടിച്ചു. ചെയ്യാടാ, ട്രീറ്റൊക്കെ ചെയ്യാം. ഷുവർ. ബൈ. ഓക്കെ. അവിടെ പോയി ലൈറ്റ് ഓഫീസ്. സന്തോഷ് 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 സന്തോഷ്
സന്തോഷ് സന്തോഷ് ആ രാത്രിയിൽ അവരുടെ ദുർമരണം അദൃശ്യ ശക്തികൾ അവർക്കുമേൽ താണ്ഡവമാടിയതോ അതോ ആ രാജു ആ സാർ ഉറങ്ങിയായിരുന്നോ? ഇല്ല, കുറച്ച് എഴുതാണ്ടായിരുന്നു. മുമ്പ് ഇവിടെ താമസിച്ചവരും എന്നെ പോലെ എഴുത്തുകാർ തന്നെയായിരുന്നു അല്ലേ? ആ സാറിന് ഇതെങ്ങനെ അറിയാം? അറിയാം. സാറ് മാഗസീനിലല്ലേ? അവരേതോ ചാനലിലായിരുന്നു. അവരിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വേറെ എന്തെങ്കിലും വേണം സാർ? എന്നാ ഞാൻ പോക്കോട്ടെ. കിട്ടി നമ്മൾ പോയ വെറും കൈയോടെ വരും. അവരൊന്നര നമ്മൾ രണ്ടിൽ മുട്ടിച്ചു. ഷുഗർ